ഓം ശാന്തി. ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ ഒരു ആൺകുട്ടിയും പെൺകുട്ടിക്കും പരസ്പരം ഇഷ്ടമായി. രണ്ടാളും വിവാഹം കഴിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു. പക്ഷേ പെൺകുട്ടിയുടെ അച്ഛൻ കുറേ ആൺകുട്ടി പരിശ്രമിച്ചപ്പോൾ കല്യാണം കഴിപ്പിച്ച് കൊടുക്കാനൊക്കെ തയ്യാറായി. പക്ഷെ ഒറ്റ കണ്ടീഷൻ മാത്രം, വിവാഹത്തിൻ്റെ പാർട്ടി വരുന്ന സമയത്ത് ഒരാൾ പോലും അതിൽ വൃദ്ധന്മാരായിട്ടുള്ള ആൾ ഉണ്ടാവരുത് എന്ന് നിർബന്ധം. അങ്ങനെ ആൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി എൻ്റെ ജീവിതത്തിൽ വരിക എന്നുള്ളത് അവന് ഒഴിവാക്കാൻ പറ്റാത്ത ഘടകമായിരുന്നു. അതുകൊണ്ട് ആ വീട്ടിൽ വന്ന് എല്ലാവരോടും പറഞ്ഞു, എനിക്ക് ആ പെൺകുട്ടി ഇല്ലെങ്കിൽ ജീവിക്കാനാവില്ല, നിർബന്ധമായിട്ടും എനിക്ക് അവളെ കിട്ടിയേ പറ്റൂ. അതുകൊണ്ട് ഒരു വൃദ്ധരായിട്ടുള്ള ആളും വരരുത് എൻ്റെ വിവാഹ പാർട്ടിയിൽ. ഞങ്ങൾ ചെറുപ്പക്കാരെല്ലാവരും ഒന്നിച്ച് പോവും, കല്യാണം കഴിഞ്ഞ് കൊണ്ടുവരും, കൊണ്ടുവന്ന ശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും കാണാമല്ലോ, അതുകൊണ്ട് അവിടെ പങ്കെടുക്കാൻ ആരും വരരുത് എന്ന്. അങ്ങനെ മറ്റെല്ലാവരും മാനിച്ചു. അവൻ്റെ കല്യാണം എങ്ങനെയെങ്കിലും നടക്കട്ടെ, അവൻ ഇത്ര ഇഷ്ടപ്പെടുന്ന കുട്ടിയല്ലേ, ആ കുട്ടിയെ അവന് കിട്ടട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാക്കി എല്ലാവരും പിന്തിരിഞ്ഞു. പക്ഷേ ആൺകുട്ടിയുടെ മുത്തശ്ശൻ മാത്രം ഒരേ വാശി, എന്ത് തന്നെ പറഞ്ഞാലും നിന്റെ കല്യാണത്തിൽ എനിക്ക് പങ്കെടുത്തേ പറ്റൂ, കണ്ടേ പറ്റൂ. നീ വേണമെങ്കിൽ ഒരു കൊട്ടയിലാക്കി അടച്ചെന്നെ കൊണ്ടുപോയിക്കോ, എന്നാലും ശരി, ഞാനില്ല, നിന്റെ വിവാഹം നടത്താൻ ഞാൻ സമ്മതിക്കില്ല, അതുകൊണ്ട് എനിക്ക് കണ്ടേ പറ്റൂ, കൊണ്ടുപോയേ പറ്റൂ. അങ്ങനെ നിവൃത്തികേടുകൊണ്ട് ഈ പയ്യൻ ഈ മുത്തശ്ശനെ ഇരിക്കാൻ പറ്റുന്ന വലിയൊരു കൊട്ടയാക്കി പൂക്കൊണ്ടൊക്കെ അലങ്കരിച്ച് അതൊരു അലങ്കാരത്തിൻ്റെ ഭാഗമായിട്ട് വണ്ടിയിൽ വെച്ച് അങ്ങനെ യാത്രയായി. അവിടെ ചെന്നു. കല്യാണ പാർട്ടി പുഴ കടന്ന് അപ്പുറത്തെത്തി. അവരുടെ വീട്ടിലേക്ക് പോകാനായിട്ട് കയറാൻ സമയമായപ്പോൾ അച്ഛൻ വേറൊരു കണ്ടീഷൻ വെക്കുകയാണ്. നിങ്ങൾക്ക് പെൺകുട്ടീനെ കല്യാണം കഴിച്ചു തരാനായിട്ട് തയ്യാറാണ്, പക്ഷേ ഒറ്റ കാര്യം മാത്രം, നിങ്ങൾ കടന്നു വന്ന ആ പുഴയിലെ വെള്ളം മാറ്റി പകരം അതിലെ പാൽ ഒഴുക്ക്, എന്നിട്ട് ഞാൻ എൻ്റെ മോളെ കെട്ടിത്തരാമെന്ന് പറയുകയാണ്. അപ്പോൾ അതിപ്പോൾ എന്തായാലും നടക്കുന്ന കാര്യമല്ല. ഇതൊരു വലിയ ചതിയായി പോയി, നമ്മളെ ക്ഷണിച്ചു വരുത്തി ചതിച്ചു, ഇതൊന്നും വേണ്ടായിരുന്നു, കെട്ടിക്കൊടുക്കാൻ പറ്റില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതിയില്ലായിരുന്നു എന്നൊക്കെ എല്ലാവരും പരസ്പരം ചർച്ചയായി കല്യാണം നടക്കില്ല എന്ന് ഉറപ്പിച്ച് വിവാഹ പാർട്ടി തിരിച്ചു പോകാനുള്ള പുറപ്പാടാണ്. അപ്പോൾ വണ്ടിയിൽ കൂട്ടിലിരിക്കുകയായിരുന്നു അവൻ്റെ മുത്തശ്ശൻ. അപ്പോൾ പയ്യൻ വന്ന് വണ്ടി കയറിയിട്ട് പറഞ്ഞു, വണ്ടി കയറിയപ്പോൾ ചോദിച്ചു, എന്താണ് അവളെന്താ കാണാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ കല്യാണം നടക്കില്ല, ഇങ്ങനെയാണ് പറയുന്നത് എന്ന്. അപ്പം മുത്തശ്ശൻ ഉടനെ പറയണം, അതിനിപ്പോൾ എന്താ പ്രയാസം, ഈ ഒരു കൊച്ചു കാര്യത്തിൻ്റെ പേരിൽ കല്യാണം നടക്കില്ല എന്നോ, നീ പോയി പറഞ്ഞേക്കി അവരെടുത്ത്, കുറച്ച് നേരം നിങ്ങൾ പുറത്തേക്ക് പോന്നിട്ടായല്ലോ, ഞങ്ങൾ പാല് റെഡിയാക്കി കഴിഞ്ഞു, നിങ്ങൾ ആ പുഴയിലെ വെള്ളം ഒഴിവാക്കിത്താ ഞങ്ങൾ പാല് നിറയ്ക്കാം എന്ന് പറഞ്ഞു എന്ന്. അപ്പോൾ ആൺകുട്ടിയുടെ വീട്ടുകാർ സന്തോഷത്തോടെ തുള്ളിച്ചാടിപ്പോയി പറയുകയാണ്, ഞങ്ങൾ പുഴയിൽ നിറയ്ക്കാനുള്ള പാല് റെഡിയാക്കി കഴിഞ്ഞു, വെള്ളം ഒഴിവാക്കി തരും, ഞങ്ങൾ പാലൊഴുക്കട്ടെ എന്ന്. അപ്പോൾ ഉടനെ പെൺകുട്ടിയുടെ അച്ഛൻ പറഞ്ഞു, തീർച്ചയായിട്ടും ഇതിലേതോ ഒരു അനുഭവി ഉണ്ടല്ലോ എന്ന്. അതുകൊണ്ട് അനുഭവികളുടെ അറിവ് അത് സമയത്ത് തീർച്ചയായും നമ്മളെ സഹായിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് വൃദ്ധരായിട്ടുള്ള ജനങ്ങളെ പരിഹസിക്കരുത്. നമുക്ക് ജീവിതത്തിൽ അനുഭവികളായിട്ടുള്ള അവരുടെ തണലും അവരുടെ ആശീർവാദവുമാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. ഇന്നത്തെ ലോകത്ത് ജീവിതത്തിൽ മുന്നോട്ടുള്ള യാത്രയിൽ ജീവിതത്തിൻ്റെ ഭാരം കൂടുന്ന സമയത്ത് നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി, കുടുംബത്തിൻ്റെ മറ്റു ചെലവുകൾ നടത്താൻ വേണ്ടി, ഇന്നത്തെ മോഡേൺ ലൈഫ് സ്റ്റൈലിന് വേണ്ടി പലപ്പോഴും നമുക്ക് വൃദ്ധജനങ്ങൾ ഭാരമായിട്ട് കണക്കാക്കുമ്പോൾ നമ്മളൊരു കാര്യം മറന്നു പോവുകയാണ്. നമ്മുടെ തലയ്ക്ക് മേലെയുള്ളതായിരിക്കുന്ന ആശീർവാദത്തിൻ്റെ വലിയൊരു കൊട നമ്മളെടുത്ത് മാറ്റുകയാണ്. അനുഭവത്തിൻ്റെ സമ്പത്ത് കൊണ്ട് ജീവിതത്തിൽ വലിയ സപ്പോർട്ട് നമുക്ക് തരുന്ന ആ സപ്പോർട്ടിനെ നമ്മളെടുത്ത് എറിഞ്ഞു കളയുകയാണ്. അതുകൊണ്ട് അത്തരത്തിൽ ഒരിക്കലും ജീവിതത്തിൽ അബദ്ധം കാണിക്കരുത്. ആരാണോ നമുക്ക് തണലായി നിൽക്കുന്ന അനുഭവികളായിട്ടുള്ള ആളുകൾ, അവരുടെ അനുഭവത്തെ മാനിച്ചേ പറ്റുള്ളൂ, അവരുടെ സപ്പോർട്ട് നമ്മൾ എടുത്തേ പറ്റൂ, അവർക്ക് കൊടുക്കേണ്ട ആദരവ് കൊടുത്തേ പറ്റൂ. ആ ആദരവാണ് നമ്മുടെ തലയ്ക്ക് മേലെയുള്ളതായിരിക്കുന്ന ആശീർവാദത്തിൻ്റെ കൊടയാവുന്നത്. ജീവിതത്തിൽ കഠിന സാഹചര്യങ്ങളായിരിക്കുന്ന, കടുത്ത വെയിലേൽക്കുന്ന സമയത്തും ഇത്തരം ആശീർവാദത്തിൻ്റെ കൊടകളാണ് നമ്മളെ താങ്ങിക്കൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് വൃദ്ധജനങ്ങളോട് ഒരിക്കലും മോശമായി പെരുമാറരുത്, അവരെ ഒരിക്കലും കളിയാക്കരുത്. നമ്മുടെ മോഡേൺ ലാംഗ്വേജ് അവർക്ക് അറിയുന്നുണ്ടാവില്ലായിരിക്കാം, കമ്പ്യൂട്ടർ അവർക്ക് അറിയില്ലായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ മോഡേൺ ആയിട്ടുള്ള മൊബൈൽ, സ്മാർട്ട് ഫോൺസ് അറിയില്ലായിരിക്കാം, ഭാഷ അറിയില്ലായിരിക്കാം, പക്ഷെ അവർ അനുഭവത്തിൻ്റെ സമ്പത്ത് അത് നമുക്കറിയാത്ത ഒന്നാണ്, കിട്ടാത്ത നിധിയാണ്. അതുകൊണ്ട് ആദരവ് കൊടുക്കാൻ ഒരിക്കലും മറക്കരുത്, ആശീർവാദം വാങ്ങാൻ ഒരിക്കലും മറക്കരുത്. നമ്മുടെ സമൂഹത്തിലെ, കുടുംബത്തിലെ വലിയവരായിരിക്കുന്ന, വൃദ്ധജനങ്ങളായിരിക്കുന്ന, സീനിയർ സിറ്റിസൺസായ എല്ലാവരെയും ആദരിക്കുമ്പോൾ നമ്മുടെ ജീവിതം സദാ ആദരവുള്ളതായിട്ട് മാറുകയുള്ളൂ. നിങ്ങൾക്കങ്ങനെ എല്ലാവർക്കും ആദരവ് കൊടുക്കാനായിട്ട് സാധിക്കട്ടെ. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.